ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു, ഒതുക്കലും വാരലും തുടക്കലും ഒക്കെ ആയിട്ട്. കാരണം ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും തുമ്മലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും പൊടിയൊക്കെ തട്ടി തുടച്ചില്ലെങ്കിൽ പറ്റത്തൊന്നുമില്ല കേട്ടോ. അതുമാത്രമല്ല, ഈ ഇരിക്കുന്ന സാധനം ഒരിടത്തേനെ ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇടയ്ക്കിടയ്ക്ക് റൂമിൻ്റെയും വീടിൻ്റെയും രൂപം തന്നെ മാറ്റുക എന്ന് പറയുമ്പോൾ അതെനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ, കാരണം ആ മൂഡിനനുസരിച്ച് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫേവറേറ്റ് കാർട്ടൂൺ കേട്ടോ, മാഷ ബിയർ. ആദ്യമൊക്കെ എനിക്കിത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് മാത്രം ഇത്രയും രസം പിടിച്ച് കാണാൻ ഇതിൽ എന്താണുള്ളതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടേ. പക്ഷേ ഒരു ദിവസം ഞാനും കൂടി കാണേണ്ട അവസ്ഥ എനിക്ക് വന്നേ. അതിനുശേഷം എനിക്കും ഇഷ്ടമാണ് ഗൈസ്, നല്ല രസമാണ്. എന്ത് ഇൻട്രസ്റ്റ് ആണെന്നറിയോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് ഒരു ദിവസം കുറച്ച് സ്ക്രീൻ ടൈം ഉണ്ട്, അവിടെ സ്ക്രീൻ ടൈം അവൾ ഉപയോഗിക്കട്ടെ. എൻ്റെ 1 വയസ്സുള്ള ചെക്കും വരെ ഇത് കാണും. അവന് വരെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഈ കാർട്ടൂൺ കാണിട്ട്. അവൻ ഉറങ്ങാൻ കേട്ടോ, അതാണ് ഈ ഇരുട്ട്. ഇത്തിരിയെങ്കിലും കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത് എഡിറ്റ് ചെയ്ത സമയത്ത്. സാരമില്ല. അപ്പോൾ അവനെ ശല്യം ചെയ്യാണ്ട് നമ്മുടെ പണിക്ക് പോവാം. ഇന്ന് കുറച്ചധികം പണിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണവും വയ്യായ്കയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ചോറിനെ കഞ്ഞിയാക്കാം. പിന്നെ പഴ ഇരിപ്പുണ്ട്, അത് വെച്ച് എന്തെങ്കിലും സ്നാക്സും ചായയല്ല തേയില നമ്മുടെ കട്ടൻ എനിക്ക് ഏട്ടനാണ് കട്ടൻ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ച് മാങ്ങ ഏട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ വീട്ടിലെ മാങ്ങ എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കഞ്ഞിക്ക് അച്ചാറായിട്ടിടാം. ഇപ്പം ഇട്ട് കാക്കേ പോ, ഇന്ന് കഷ്ടം കുട്ടി കാക്ക. എൻ്റെ ദൈവം ഒന്ന് എഡിറ്റ് ചെയ്തിടണമെന്നില്ല, ഞാൻ എന്തെല്ലാം ത്യാഗം സഹിക്കണമാവോ എൻ്റെ ദൈവമേ. പോകെ പോ. അപ്പോൾ അടുത്ത് അവൻ എന്തിനാന്ന് കരയണമെന്നറിയാമോ? അവൻ കരയണത്ത് ഇവിടെ ഒരു വിസിലുണ്ട് ഗൈസ്. ആ വിസിൽ ഞാൻ ഊതി കേൾപ്പിക്കണം അവന്. അവൻ ശ്രമിച്ചിട്ട് അവനെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഈ മാങ്ങയുടെ ഞെട്ടടിച്ചിട്ട് മണം ആസ്വദിക്കൽ, അതെൻ്റെ ദൈവമേ എന്ത് നല്ല പരിപാടിയാണെന്നറിയാം. പക്ഷേ ഈ മാങ്ങയ്ക്ക് മണമില്ല. അപ്പോൾ ഗുണം ഉണ്ടോ എന്ന് നോക്കാമേ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. തോടിന് ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ഈ മാങ്ങാച്ചാറ് തോല് ചെത്തിയിട്ട് ഇരുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. എന്നാലും ഇത് ഭയങ്കര കട്ടി, കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ധ്യാനിക്കണല്ല ഗൈസ്. അപ്പോഴപ്പോഴും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്യൂസ് ഇങ്ങനെ പോകാറുണ്ട്. എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും. ഞാൻ വിചാരിച്ചു എനിക്ക് മറവിയുടെ അസുഖം ഉണ്ടല്ലോ, ഭേദമായി എന്നാണ് വിചാരിച്ചത്. പക്ഷേ കൂടി വരികയാണോ ദൈവമേ എന്നാണ് ഇപ്പോഴത്തെ ചിന്ത. എന്താവട്ടെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒരു ലവിൻ്റെ ഹാർട്ടിൻ്റെ നമ്മുടെ ഇമോജിയെങ്കിലും. തുമ്മലൊരു പ്രശ്നമാണ് ഗൈസ്. ആരും എന്നെ പറയുന്നുണ്ട്, പള്ളിയിൽ മണി അടിക്കുന്നുണ്ട്. കുട്ടിയുടെ കയ്യിലെ കിലുക്ക് ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ലൈവ് വോയിസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളതിൽ എൻ്റെ വോയിസ് വെച്ചിട്ട് ബാക്കി എല്ലാം കേൾക്കേണ്ടി വരും. പിന്നെ വോയിസ് ഓവർ എന്ന് പറയുമ്പോൾ 7 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. ആ ടാസ്ക് എവിടെയെങ്കിലും ഇങ്ങനെ സൗണ്ട് വരുമ്പോൾ ക്ലിയറായിട്ട് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ വന്നിട്ട് എവിടെയെങ്കിലും സൗണ്ടോ തെറ്റോ കുറേ വെള്ളി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ലേ ഏതോ ഒട്ടത്തിന്ന്. അതുകൊണ്ട് അത് കുറേ വന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റും. 1, 2 ആണെങ്കിൽ ഞാനത് മാനേജ് ചെയ്യാറുണ്ട്. എൻ്റെ ദൈവം, എനിക്കാണെങ്കിൽ 7 മിനിറ്റ് പോലും എൻ്റേതായിട്ടുള്ള സമയമില്ല ഗൈസ്. കിലുക്കല്ല, അതൊരു മറ്റേ വിസിലാണ്. ആ വിസിലിൻ്റെ മൂക്കിലെന്തോ കിലുക്കുണ്ട്. അവനാണെങ്കിൽ ഫോണിൻ്റെ അടുത്ത് വന്നിരുന്ന കിലുക്കാണ്. വേറെ വഴിയില്ല ഗൈസ്. ആ മാങ്ങാണ്ടി, നിങ്ങളെങ്ങനെയല്ലേ പറയാ, മാങ്ങാണ്ടി, അത് ഇത്തിരിയേ ഉള്ളൂ. പക്ഷേ എൻ്റെ പൊന്നെ, അത് വെട്ടിമുറിച്ച് എടുക്കാൻ ഞാൻ പാടുണ്ടല്ലോ. എന്തൊരു ഉറപ്പായിരുന്നു. എന്നാൽ ചേട്ടനാണെങ്കിൽ സാധാരണ ഇതൊക്കെ ചെയ്തു തരാം കേട്ടോ. പക്ഷെ ആളിന്ന് വന്നപ്പോൾ ലേറ്റ് കുളിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ അറഞ്ചാമ്പുറഞ്ചനെ വെട്ടിമറക്കിയിട്ട് ഇതിനിടയിൽ നമ്മുടെ കഞ്ഞി തിളച്ചു, സ്നാക്സ് ഉണ്ടാക്കി, പിന്നെ എന്താണ് തേയില ഇട്ടു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണേ. പിന്നെ എന്താണ് പറയാനുള്ളത്? ഇനി
പല്ലിൽ കമ്പി ഇടാനായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ പല്ലിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അതുകൊണ്ട് 1 by 1 ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇടയ്ക്ക് തിങ്കളാഴ്ച അപ്പോൾ നമ്മൾ പോവും, ഹോസ്പിറ്റലിൽ പോവും. ഫസ്റ്റ് പല്ല് ക്ലീനിങ് ഉണ്ട്, പിന്നെ ഒരു റൂട്ട് കനാലിൻ്റെ ഡേറ്റ് ഉണ്ടല്ലോ മാർച്ചിലാണ് ഗൈസ്. അപ്പോൾ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ഒരു പല്ലിനെ റീപ്ലേസ് ഉണ്ട്. അത് ഒന്നിൽ നമ്മൾ പെർമനൻ്റായിട്ട് വെക്കണം. പെർമനൻ്റായിട്ട് വെക്കാനൊക്കെ അത്യാവശ്യം നല്ല കാശുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇതുവരെയും ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. പല്ല് കമ്പി ഇടണം. അതിനി ഏത് വർഷമാവും ഇന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇടണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും 30 വയസ്സായില്ലേ ഗൈസ്. അതുകൊണ്ട് തന്നെ മുത്തുകമ്പി ഡോക്ടർ സജസ്റ്റ് ചെയ്തില്ല. കാരണം മുത്തുകമ്പി എനിക്ക് അകത്തോട്ട് പല്ലെടുത്തിട്ടുണ്ട്. അപ്പം മുത്തുകമ്പിക്ക് വരും സിംഗിളാണ് അവർ പ്രിഫർ ചെയ്തത്. നോക്കട്ടെ. ഹലോ, ഇന്നലെ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു എന്താ പറയുക, ഫാമിലി ടൈം എന്ന് തന്നെ പറയാം കേട്ടോ. അവർക്ക് പിന്നെ നമ്മുടെ മുറിയിൽ, നമ്മുടെ ബെഡ്റൂം, നമ്മുടെ ബെഡ്, അവിടെ അവർക്കൊരു മേളാണ് കുളിയല്ല കളി. അവരുടെ അവർക്ക് കിട്ടുന്ന ഒരു ദിവസത്തിൽ അവരുടെ അപ്പയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കിട്ടുന്ന ടൈം നൈറ്റാണ്. അവർക്ക് അപ്പോഴാണ് ഇഷ്ടവും. നമ്മളെപ്പോഴും അപ്പോഴല്ലേ ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ലോങ് വീഡിയോസ് ഒരുപാട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ പഠിച്ചയാണോ എന്ന് എനിക്ക് അറിയില്ല. SNHSലാണോ പഠിച്ചതെന്ന് കമൻ്റ് ഇട്ടു. രാവിലെയാണ് ഞാൻ ആ കമൻ്റ് കണ്ടത്. ഞാൻ ഉടമ്പലയ്ക്കൽ SNHS സ്കൂളിലാണ് പഠിച്ചത് 10th വരെ. അപ്പോൾ കൂടെ പഠിച്ചവർക്ക് ഇങ്ങനെ കമൻ്റ് ഇടുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.